ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആത്മാർത്ഥമായും മനസ്സിൽ ശുദ്ധമായും ദയോടെയും ധ്യാനിക്കുകയും ധർമ്മത്തോട് ചേർന്ന് അച്ചടക്കത്തോടെയുള്ള ജീവിതം നയിക്കുകയും ചെയ്താൽ മഹത്വത്തിൽ വളരും. ആത്മാർത്ഥമായി ധ്യാനിച്ചാൽ ഒരു പ്രളയത്തിനും കീഴടക്കാനാവാത്ത ഒരു ദ്വീപ് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ബുദ്ധൻ. മനസ്സിന്റെയും പ്രവൃത്തിയുടെയും ഉയർച്ചയ്ക്ക്, ദുരിതങ്ങളെ അതിജീവിക്കാനുള്ള കരുത്തിന് ഇതാ നിങ്ങൾക്ക് പ്രചോദനങ്ങൾ. 1. ആത്മനിഷ്ഠയായ ധ്യാനം യശസ്സും ശക്തിയും ചേർക്കുന്നു. നിങ്ങൾ സത്യസന്ധമായ മനസ്സോടെയും കരുണയുള്ള പ്രവൃത്തികളോടെയും ഗൗരവത്തോടെ ധ്യാനത്തിൽ മുഴുകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരിധികൾ ഇല്ലാത്ത വളർച്ചയും ബഹുമാനവും നിങ്ങൾ കണ്ടെത്തും. ധർമ്മത്തിന്റെ പാതയിൽ നടക്കുന്ന ഈ യാത്ര നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവത്തെ ഉണർത്തുകയും ആത്മാവിന്റെ ശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യും. 2. ധ്യാനം ഒരു ഓയസിസ് നിർമ്മിക്കുന്നു, ദുരിതങ്ങളെ അതിജീവിക്കാൻ. ആത്മീയ സാധനകളിലൂടെ നിങ്ങൾ നിരന്തരം പരിശ്രമിക്കുമ്പോൾ ജീവിതത്തിന്റെ പ്രളയങ്ങൾക്കും കൊടുങ്കാറ്റുകൾക്കും ഇടയിലും അചഞ്ചലമായ ഒരു ദ്വീപ് സൃഷ്ടിക്കാൻ കഴിയും. ആന്തരികമായ ശാന്തിയും ബലവും നേടുന്നതിലൂടെ ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാനുള്ള കരുത്ത് നിങ്ങൾക്കുണ്ടാകും. 3. നിങ്ങൾ ആഗ്രഹിക്കുന്ന മനുഷ്യനായി മാറാൻ ധ്യാനം നിങ്ങളെ സഹായിക്കുന്നു. ധ്യാനത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെയും പ്രവൃത്തികളെയും നിയന്ത്രിക്കുകയും നിങ്ങളുടെ ഏറ്റവും മികച്ച പതിപ്പായി മാറാൻ വ്യക്തിപരമായ പരിവർത്തനത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. ദയ, കരുണ, ക്ഷമ, വിവേകം എന്നിവ പോലുള്ള ഗുണങ്ങൾ വളർത്തിയെടുക്കാൻ ധ്യാനം സഹായിക്കും. ഇത് സമൂഹത്തിനും സ്വയം ഒരു പ്രകാശമായി നിങ്ങളെ ഉയർത്തും. 4. ധ്യാനത്തിലൂടെ നിങ്ങൾ അനന്തമായ സന്തോഷം കണ്ടെത്തുന്നു. ഭൗതിക ലോകത്തിന്റെ താൽക്കാലികമായ സന്തോഷങ്ങളിൽ നിന്ന് മാറി നിങ്ങൾ ഉള്ളിൽ നിന്ന് സന്തോഷം കണ്ടെത്താനുള്ള യാത്രയാണ് ധ്യാനം. ഇന്ദ്രിയങ്ങളുടെ നിയന്ത്രണത്തിലൂടെയും മനസ്സിന്റെ ശാന്തതയിലൂടെയും നിങ്ങൾ സ്ഥിരവും ആഴത്തിലുള്ളതുമായ സന്തോഷം അനുഭവിക്കും. നിങ്ങളുടെ ധ്യാനയാത്ര പരിപൂർണമാക്കാൻ ചിലത് പ്രചോദനാത്മക കാര്യങ്ങൾ. ഓരോ ധ്യാനത്തിലും നിങ്ങളുടെ പുരോഗതി ആഘോഷിക്കുക. മറ്റുള്ളവർക്കും ധ്യാനത്തിന്റെ ഗുണങ്ങൾ പങ്കുവയ്ക്കുക. പ്രചോദനം നൽകുന്ന പുസ്തകങ്ങളും കോഴ്സുകളും ഉപയോഗപ്പെടുത്തുക. പ്രകൃതിയിൽ സമയം ചിലവഴിച്ച് ആന്തരിക ശാന്തി കണ്ടെത്തുക. ഓർക്കുക, ധ്യാനം ഒരു യാത്രയാണ്, അവസാനമില്ലാത്ത വളർച്ചയുടെയും പരിവർത്തനത്തിന്റെയും പ്രക്രിയ. ധ്യാനം നിങ്ങളുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുന്നു. നിങ്ങൾ സ്വയം ശാന്തവും കരുണയുമുള്ളവരാകുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവരോടും സ്നേഹവും ധാരണയും വർദ്ധിക്കുന്നു. ധ്യാനത്തിലൂടെ നിങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും അവരുടെ ആവശ്യങ്ങൾക്ക് പ്രതികരിക്കാനും പഠിക്കുന്നു. ഇത് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ എന്നിവരുമായുള്ള ബന്ധങ്ങൾ ദൃഢീകരിക്കുകയും സന്തോഷകരമാക്കുകയും ചെയ്യും. 6. ധ്യാനം നിങ്ങളുടെ ഊർജം വർദ്ധിപ്പിക്കുന്നു. ദുശീലങ്ങളും നെഗറ്റീവ് ചിന്തകളും നമ്മുടെ ഊർജം കവർന്നെടുക്കുന്നു. ധ്യാനത്തിലൂടെ ഈ അപകടകരമായ ശീലങ്ങളെ മറികടന്ന് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും മുന്നേറാൻ ആവശ്യമായ ശക്തിയും ഉത്സാഹവും നമുക്ക് ലഭിക്കുന്നു. 7. ധ്യാനം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ശാസ്ത്രീയ ഗവേഷണങ്ങൾ തെളിയിക്കുന്നത് ധ്യാനം രക്താപ്സർവീകം കുറയ്ക്കുകയും ഉറക്കം മെച്ചപ്പെടുത്തുകയും മാനസിക സമ്മർദ്ദം കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ ആരോഗ്യപരമായ ഗുണങ്ങൾ നിങ്ങളുടെ ജീവിതാഭ്യാസത്തിലുടനീളം നിങ്ങളെ സഹായിക്കും. 8. ധ്യാനം നിങ്ങളുടെ സർഗാത്മകത ഉണർത്തുന്നു. ധ്യാനത്തിലൂടെ നിങ്ങളുടെ മനസ്സ് ശാന്തവും വിശാലവുമാകുമ്പോൾ പുതിയ ആശയങ്ങളും പരിഹാരങ്ങളും ഉയർന്നുവരാനുള്ള സാധ്യത കൂടുന്നു. ഇത് നിങ്ങളുടെ ജോലിയിലും കലയിലും ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സർഗാത്മകത പ്രകടിപ്പിക്കാൻ നിങ്ങളെ സഹായിക്കും. 9. ധ്യാനം നിങ്ങൾക്ക് ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ സഹായിക്കുന്നു. ജീവിതത്തിന്റെ കടുകട്ടയിൽ നിന്ന് പിന്തിരിഞ്ഞ് നിങ്ങളുടെ ആത്മാവിന്റെ ശബ്ദം കേൾക്കാൻ ധ്യാനം നിങ്ങളെ അനുവദിക്കുന്നു. ഈ ആഴത്തിലുള്ള യാത്രയിലൂടെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉദ്ദേശ്യം കണ്ടെത്താനും നിങ്ങളുടെ ഏറ്റവും മികച്ച ജീവിതം നയിക്കാനുള്ള വഴികൾ കണ്ടെത്താനും നിങ്ങൾക്ക് കഴിയും. ഈ പ്രചോദനങ്ങൾ ധ്യാനത്തിന്റെ മഹത്വം മനസ്സിലാക്കാനും നിങ്ങളുടെ സ്വന്തം ധ്യാനയാത്ര ആരംഭിക്കാനും നിങ്ങളെ പ്രേരിപ്പിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിന്റെ ഹൃദയഭൂമിയിൽ അഷ്ടമുടിയുടെ നിശബ്ദമായ തീരത്ത് നിർമ്മല എന്ന നെഴിഞ്ഞി മഹിള താമസിച്ചിരുന്നു. നിർമ്മലയുടെ ജീവിതം ലളിതമായിരുന്നു. കായംകുളി തടാകത്തിന്റെ നീലച്ചുവന്നിൽ മീൻപിടിച്ചും വൈകുന്നേരങ്ങളിൽ സൂര്യാസ്തമയത്തിന്റെ ചുവപ്പിൽ ധ്യാനത്തിലേക്ക് അലിഞ്ഞുചേർന്നും കഴിഞ്ഞു. പകലിന്റെ പ്രയത്നത്തിൽ ആത്മാവിന് നഷ്ടപ്പെടുന്ന നിർമ്മല തിരികെ കിട്ടുന്ന ആ ധ്യാനമായിരുന്നു നിർമ്മലയുടെ ഏകകൂട്ട്. എന്നാൽ ഒരിക്കൽ മഴക്കാലം കടന്നുവന്നു. കെട്ടിയടിച്ച കാറ്റും പ്രളയം പോലെ പെയ്ത മഴയും അഷ്ടമുടിയെ മൂടി. തടാകത്തിന്റെ സൗമ്യത കൊടുങ്കാറ്റായി. നിർമ്മലയുടെ ചെറിയ കുടിൽ അപകടത്തിന്റെ വക്കിലെത്തി. മറ്റെല്ലാവരും ഉയർന്ന പ്രദേശത്തേക്ക് രക്ഷപ്പെട്ടപ്പോൾ നിർമ്മലക്ക് പോകാൻ വഴിയില്ലായിരുന്നു.
അവൾ നിന്നത് തന്റെ കുടിലിൽ കൈകൾ കൂപ്പിച്ച് കണ്ണുകൾ അടച്ചു ധ്യാനത്തിലേക്ക് അമർന്നു. ആ രാത്രി കാറ്റു കുരച്ചു, മഴ ചീറ്റി. തിരമാലകൾ നിർമ്മലയുടെ കുടിലിനെ തഴുവി. എന്നാൽ ധ്യാനത്തിന്റെ ആഴത്തിൽ നിർമ്മല ശാന്തയായിരുന്നു. അവളുടെ മനസ്സ് ഒരു നിശ്ചലമായ തടാകമായിരുന്നു. കൊടുങ്കാറ്റ് വെറും അലുപ്പുകളായി മാത്രം മാറി. ഓരോ ശ്വാസകോശിലും സമാധാനം നിറഞ്ഞു. ഭയത്തിന്റെ തണുപ്പ് അവളെ സ്പർശിച്ചില്ല. പുലരി ഉദിച്ചു, കൊടുങ്കാറ്റ് അടങ്ങി. നിർമ്മല കണ്ണു തുറന്നു. പ്രളയം കുറഞ്ഞിരുന്നു. അവളുടെ ചെറിയ കുടിൽ അത്ഭുതകരമായി തടാകത്തിന് മുകളിൽ ഉയർന്നു നിന്നു. മറ്റെല്ലാവരുടെയും വീടുകൾ കേടുപാടുകൾ സഹിച്ചിരുന്നു. എന്നാൽ ധ്യാനത്തിന്റെ ഉറപ്പിലൂടെ നിർമ്മൽ തന്റെ സ്വന്തം ഒരു ദ്വീപ് സൃഷ്ടിച്ചിരുന്നു. ഒരു ആത്മീയ അഭയസ്ഥാനം, യാതൊരു ദുരിതത്തിനും തകർക്കാനാവാത്ത ഒന്ന്. നിർമ്മലയുടെ കഥ നമുക്ക് പറയുന്നത് എന്താണ്? ധ്യാനം ഒരു നേർത്ത മെഴുകുതിരിയല്ല, കൊടുങ്കാറ്റിൽ അണയ്ക്കാൻ. അത് ആത്മാവിന്റെ കനപ്പെട്ട നങ്കൂരമാണ്, ജീവിത സമുദ്രത്തിലെ എല്ലാ കൊടുങ്കാറ്റിനെയും അതിജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ശക്തി. മനസ്സിന്റെയും പ്രവൃത്തികളുടെയും നിർമ്മലത ധ്യാനത്തിന്റെ അടിസ്ഥാനശിലയാണ്. ധർമ്മത്തിന്റെ പാതയിലുള്ള ജീവിതം, നീതിയും സത്യവും തെളിഞ്ഞ വഴിയിലൂടെ നടക്കുമ്പോൾ നമ്മുടെ ധ്യാനം കൂടുതൽ ശക്തമാകുന്നു. ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും ഉത്തരവാദിത്തത്തോടെയും നിഗൂഢതയോടെയും പ്രവർത്തിക്കുമ്പോൾ ആന്തരിക ശക്തി നമുക്ക് ലഭിക്കുന്നു. ആത്മീയ സാധനകളുടെ ശക്തി. ധ്യാനം വിവിധ ആത്മീയ സാധനകളിലൂടെ പരിപോഷിപ്പിക്കാം. യോഗ, പ്രാർത്ഥന, ജപം എന്നിവ നമ്മുടെ മനസ്സിനെ ശാന്തവും ശക്തവുമാക്കി മാറ്റുന്നു. ഇത് ആത്മീയ ദ്വീപിന്റെ അടിത്തറ മൂട്ടാക്കുന്നു. നിങ്ങളുടെ ആന്തരിക ദ്വീപ് സൃഷ്ടിക്കുക. ജീവിതം പ്രതീക്ഷിക്കാത്ത വെല്ലുവിളികൾ നിറഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ നിന്നു തന്നെ നമുക്ക് ഒരു അഭയസ്ഥാനം സൃഷ്ടിക്കാൻ കഴിയും. ധ്യാനത്തിലൂടെ ഈ ശാന്തിയുടെയും ബലത്തിന്റെയും കേന്ദ്രം നമുക്ക് കണ്ടെത്താൻ കഴിയും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പുരോഗതി. ധ്യാനത്തിന്റെ ഗുണങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രകടമാകുന്നു. നമ്മുടെ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നു, ആരോഗ്യം മെച്ചപ്പെടുന്നു, സർഗാത്മകത ഉണർത്തുന്നു, ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ സഹായിക്കുന്നു. നിർമ്മലയുടെ കഥ ഒരു പ്രചോദനമാണ്. നമ്മുടെയെല്ലാം ഉള്ളിൽ നിന്നു തന്നെ ഒരു ഉറപ്പുണ്ട്, പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു ശക്തി. ധ്യാനത്തിലൂടെ ആ ശക്തിയെ ഉണർത്താനും ജീവിതത്തിന്റെ കൊടുങ്കാറ്റുകളെ അതിജീവിക്കാനും നമുക്ക് കഴിയും. നിങ്ങളുടെ സ്വന്തം ആന്തരിക ദ്വീപ് സൃഷ്ടിക്കാനുള്ള യാത്ര ഇന്ന് തുടങ്ങട്ടെ. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.